കുട്ടികളെ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് നമുക്ക് തുടരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സും ഗ്രൂപ്പ് ബിഹേവിയറും എന്നുള്ളതാണ്. അതിൻ്റെ സ്വാധീനിക്കുന്ന എലിമെൻറ്റ്സ് ഏതെല്ലാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് മൂന്നാമത്തെ എലിമെൻ്റ് ഏതാണ്, ഘടകം ഏതാണ്, ഗ്രൂപ്പ് ബിഹേവിയറിനെയും ഗ്രൂപ്പ് ഡൈനാമിക്സും സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകം ഏതാണ് എന്ന് നമുക്ക് അറിയാം. നമ്മുടെ ടെക്സ്റ്റിൽ ഇത് 28ാമത്തെ പേജിലാണുള്ളത്. അപ്പോൾ 28ാമത്തെ പേജിൽ സി എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്താ വെച്ചാൽ കൺട്രോൾ മെക്കാനിസംസ്, നോംസ്, റോൾസ് ആൻഡ് സ്റ്റാറ്റസ് എന്നാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡൈനാമിക്സിനെയും ഗ്രൂപ്പ് ബിഹേവിയറിനെയും സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകം കൺട്രോൾ മെക്കാനിസമാണ്, നിയന്ത്രണ സംവിധാനങ്ങൾ എന്നർത്ഥം. നിയന്ത്രണ സംവിധാനങ്ങൾക്ക് ഉദാഹരണമായിട്ട് 3 സംഗതികളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ നോംസ് എന്നും രണ്ടാമത്തെ റോൾസ് എന്നും മൂന്നാമത്തതിന് സ്റ്റാറ്റസ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് സാധാരണഗതി നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ സാധാരണ സംഭാഷണത്തിൽ നമ്മൾ ഈ റോൾസ് എന്നും നോമെന്നും സ്റ്റാറ്റസ് എന്നൊക്കെ പറയാറുണ്ട്. ആ അർത്ഥങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഷ്യോളജിക്കലായ അർത്ഥത്തിൽ കൂടെ നമ്മളിത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നോം എന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ആളുകൾ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ശരിയായ പെരുമാറ്റം ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളതിനെ തീരുമാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രതീക്ഷയാണ്, എക്സ്പെക്റ്റേഷനാണ്. അതിനെയാണ് നമ്മൾ നോം എന്ന് പറയുക. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ അകത്ത്, കൾച്ചർ എന്ന് പറഞ്ഞാൽ പല മതങ്ങളും ജാതികളും ഒക്കെ കൾച്ചറുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രദേശം, ഒരു ഗ്രാമമോ നഗരമോ എന്തോ ആട്ടെ, അവിടെയൊക്കെ അതിനകത്തൊക്കെ ധാരാളം ആളുകളുണ്ടാവുമല്ലോ. അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റം പല രീതിയിൽ ആൾക്ക് പെരുമാറാൻ പറ്റും. പക്ഷേ ഉചിതമായ രീതിയിലുള്ള പെരുമാറ്റം ഏതാണ് എന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അംഗമായിട്ടുള്ള ആൾക്കാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ഉചിതമായ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രതീക്ഷകളെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോംസ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ല, സൊസൈറ്റിയിലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പം മോഷ്ടിക്കരുത് എന്നുള്ളൊരു നോമാണ്. മോഷ്ടിക്കരുത് എന്നുള്ളത് ഒരു നോമാണ്. അല്ലെങ്കിൽ നമ്മൾ പൊതുസ്ഥലങ്ങളിൽ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് പല രീതിയിൽ വസ്ത്രം ധരിക്കാം. നമ്മളൊരു വിവാഹത്തിന് പോകുന്ന വസ്ത്രം ധരിക്കുന്ന പോലെയാണോ മരിച്ച വീട്ടിൽ പോകുമ്പോഴെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളാണോ അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അത് ഒക്കെ എന്താണ്, ഓരോ സമൂഹത്തിലും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോകുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഏതാണോ കൈ കിട്ടുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പോകും. ചിലപ്പോൾ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നമ്മൾ പോകും. പക്ഷേ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ കറുത്ത വസ്ത്രം, പ്രത്യേകിച്ച് സ്യൂട്ടൊക്കെ ധരിച്ചിട്ടാണ് അവർ പോവുക. കാരണം വെച്ചാൽ അവരുടെ ഇടയിലുള്ള വിശ്വാസം ആ രീതിയിൽ വേണം എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ ക്രമേഷൻ നടക്കുന്ന സമയത്തുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അവർ പ്രത്യേക രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് അവർ വരിക. അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കൾച്ചറിൻ്റെ ഉള്ളിൽ അങ്ങനെ ആളുകൾ പെരുമാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യോളജിയിൽ ഈ നോംസിന് ഉദാഹരണങ്ങളായിട്ട് ഫോക്ക് വേസ്, പിന്നെ ടാബു അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിച്ചാൽ മതി. പക്ഷേ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, എന്താണ് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതൊരു തരം നിയമങ്ങളോ പ്രതീക്ഷകളോ ആണ്. ഓക്കെ, എന്താണ് ഏറ്റവും അനുയോജ്യമായ പെരുമാറ്റം ഏതാണ്, ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ, ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ, ഒരു സമൂഹത്തിനുള്ളിൽ ഏറ്റവും ഉചിതവുമായ പെരുമാറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മളെന്ന് പറയുക നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നോംസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അതിൻ്റെ ഒരു ഉദാഹരണമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത് നമ്മുടെ ടെക്സ്റ്റിൽ റോൾസ് എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്, കൂടാതെ സ്റ്റാറ്റസ് എന്ന വാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ റോൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്റ്റാറ്റസ് മീൻസ് ദ പൊസിഷൻ ഓർ ദ സിറ്റുവേഷൻ ദാറ്റ് എ പേഴ്സൺ ഓക്യുപ്പൈസ് ഇൻ സൊസൈറ്റി ഈസ് കോൾഡ് സ്റ്റാറ്റസ്. ഒരു സമൂഹത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ പൊസിഷൻ എന്താണ്, അയാളുടെ നില എന്താണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റസ്, പദവി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ പലതരം സ്റ്റാറ്റസിന് ഉദാഹരണമായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയും.
അപ്പോൾ ഒരാളുടെ സ്ഥിതി എന്താണ് സമൂഹത്തിൻ്റെ അകത്ത്, ഒരു അയാളുടെ പൊസിഷൻ എന്താണ്, അയാളുടെ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ഇനി അതിന് ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാറ്റസിന് ഉദാഹരണമാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സമ്പന്നനാണോ, പാവപ്പെട്ടവനാണോ, പണക്കാരനോ, ഇതൊക്കെ സ്റ്റാറ്റസിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മൾ കറുത്ത വർഗ്ഗക്കാരനാണോ, അല്ലെങ്കിൽ വെളുത്ത ആളാണോ, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യൻ ഒറിജിനാണോ എന്നൊക്കെ പറയുന്നതൊക്കെ എന്തിന് ഉദാഹരണമാണ്, സ്റ്റാറ്റസിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ സെക്സ്, അതായത് പുരുഷനാണോ സ്ത്രീയാണോ തേർഡ് ജെൻഡർ ആണോ എന്നുള്ളതൊക്കെ എന്തിന് ഉദാഹരണമാണ്, സ്റ്റാറ്റസിന് ഓക്കെ ഉദാഹരണമാണ്. അപ്പോൾ ഇതൊരു വ്യക്തിയുടെ പൊസിഷനാണ്, സമൂഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തോ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളൊരു പൊസിഷനാണ്. അത് നമ്മൾ താരതമ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ അതിന് ഈ സ്റ്റാറ്റസിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറേ ഗുണങ്ങളും ഉണ്ടാവും, കുറേ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റസ് എന്തെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഒരു പൊസിഷനാണ്. നമ്മൾ ഒരു സമൂഹത്തിൻ്റെ അകത്ത് നമുക്കുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസിൻ്റെ ഫലമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ റോൾസ് എന്ന് പറയുന്നത് സോഷ്യോളജി. അപ്പോൾ അതാണ് സ്റ്റാറ്റസും റോളും തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, പദവിയുണ്ട്. ആ പദവിയുടെ ഫലമായിട്ട് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരും. അതിനെ റോൾസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് റോളുകളുണ്ട്. ഇപ്പോൾ പിതാവ്, മാതാവ്, ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ, ഉപഭോക്താവ്, ബസ് ഡ്രൈവർ, ടീച്ചർ, അങ്ങനെ രാഷ്ട്രീയക്കാരൻ, ഇങ്ങനെ കുറേ, ഇതൊക്കെ നമ്മുടെ റോളുകളാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ റോളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോംസ്, പിന്നെന്താണ് നമ്മൾ പഠിച്ചത്, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല, പക്ഷേ ഞാനിത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സൊസൈറ്റിയൽ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ മനസ്സിലാക്കി. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സമൂഹത്തിൽ നമ്മളുടെ ഒരു പൊസിഷനാണത്, പൊസിഷൻ അല്ലെങ്കിൽ സാഹചര്യമാണ്. പിന്നെ എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റാറ്റസിൻ്റെ പരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്ന് മനസ്സിലാക്കുന്നത്, ആ ഭാഗം ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. നമുക്കിനി ടെക്സ്റ്റിൽ എന്താ നോക്കാം കേട്ടോ. 28ാമത്തെ പേജിൽ സി, കൺട്രോൾ മെക്കാനിസംസ്, നോംസ്, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. Social controls help to maintain groups' equilibrium as it confronts internal and external pressure to change during its development. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക നിയന്ത്രണം എന്നർത്ഥം. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഗ്രൂപ്പ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥ എന്നർത്ഥം. അപ്പോൾ ഈ സോഷ്യൽ കൺട്രോളുകൾ, നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സോഷ്യൽ കൺട്രോളുകൾക്ക് ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഈ നോംസും റോൾസും സ്റ്റാറ്റസും ഒക്കെ. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അത് ഗ്രൂപ്പിനകത്ത് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. ആസ് ഇറ്റ്സ് കൺഫ്രോൺസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ ടു ചേഞ്ച് ഡ്യൂറിങ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ വികസനത്തിൻ്റെ സമയത്ത് അതിനകത്ത് ആന്തരികവും ബാഹ്യവുമായ സമ്മർദ്ദം മാറാൻ വേണ്ടിയിട്ട്. അതായത് ഗ്രൂപ്പ് പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിനകത്തുള്ള ആളുകൾക്ക് നിരന്തരമായിട്ട് മാറ്റം സംഭവിക്കുന്നുണ്ട്, വികസനം നടക്കുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പിനും മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ സമ്മർദ്ദങ്ങൾ രണ്ട് ഭാഗത്തു നിന്നാണ്. ഒന്ന്, നമ്മൾ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും, നമുക്ക് മാറേണ്ടതുണ്ട്, വികസനം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൂടെ ഈ ഗ്രൂപ്പ് വർക്കിന് പുറമേ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും എന്തുണ്ടാവുന്നു, നമ്മുടെ മേൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ഒരു ബാലൻസ് സന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് സഹായിക്കും, നോംസ്, റോൾസ് ആൻഡ് സ്റ്റാറ്റസ്, കൺട്രോൾ മെക്കാനിസംസ് നമ്മളെ സഹായിക്കും. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. However, social controls can be harmful if they are too rigid or if they foster behavior which is contrary to the true value base of social work profession. പക്ഷേ ഈ പറയുന്ന കൺട്രോൾ മെക്കാനിസംസ്, അതായത് നോംസ്, റോൾസ്, സ്റ്റാറ്റസ് തുടങ്ങിയ കൺട്രോൾ മെക്കാനിസംസ്
ചില സമയത്തിൽ അപകടകരമായേക്കാം, ഹാംഫുൾ ആയേക്കാം. കാരണം എപ്പോഴാണെങ്കിലാണ് അത് വളരെ റിജിഡ് ആണെങ്കിൽ. റിജിഡ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, കട്ടിയുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിളിൻ്റെ ഓപ്പോസിറ്റാണ്. ഒട്ടും അയവില്ലാത്ത എന്നർത്ഥം. വളരെ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, മർക്കടമുഷ്ടി എന്നൊക്കെ പറയാം. റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊട്ടും അയവില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ റിജിഡിൻ്റെ കറക്റ്റ് മലയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർശനമായ, വഴങ്ങാത്ത, അയവില്ലാത്ത, വളയാത്ത എന്നൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ റോംസും മറ്റുമൊക്കെ വളരെ റിജിഡ് ആണെങ്കിൽ, അയവില്ലാത്തോ വഴങ്ങാത്തോ കർശനമായതോ ഒക്കെ ആണെങ്കിൽ അത് എന്തിന് കാരണമാകും? ഈ ഗ്രൂപ്പിൻ്റെ ബിഹേവിയറിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഹാംഫുള്ളാണ്, അത് നല്ലതല്ല. വിച്ച് ഈസ് കോൺട്രറി ടു ട്രൂ വാല്യൂ ബേസ്ഡ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. അപ്പോൾ സോഷ്യൽ വർക്കിൻ്റെ തൊഴിൽ അതൊരു പ്രൊഫഷനാണല്ലോ, അതിന് ഒരു മൂല്യവ്യവസ്ഥയുണ്ട്, വാല്യൂ ബേസ് ഉണ്ട്. അതിന് എതിരായിട്ടുള്ള, കോൺട്രറി എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ള അർത്ഥം. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ തൊഴിൽ മേഖലയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സോഷ്യൽ കൺട്രോളുകളാണെങ്കിൽ അത് എന്തുണ്ടാവും? അത് അപകടകരമാണ്. അത് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന് ഗുണം ചെയ്യില്ല എന്നർത്ഥം. അതായത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നടത്തുമ്പോഴേ അതിനകത്ത് ജനാധിപത്യം, ജനങ്ങളുടെ ഇക്വാളിറ്റി, അങ്ങനെയുള്ള കുറേ മൂല്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല എങ്കിൽ പോലും സോഷ്യൽ വർക്കിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ട് സോഷ്യൽ വർക്ക്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും സോഷ്യൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ പറയുന്ന നോംസ് റോൾസ് ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഗതിക്ക് ചിലപ്പോൾ അതിന് എതിരാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തിനു ഗുണകരമല്ല, ഗ്രൂപ്പിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് അപ്പോൾ നമ്മളിത് എന്തുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്? ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്. അപ്പം ഈ 3 സംഗതികൾ, നോംസ്, റോൾസ് ആൻഡ് സ്റ്റാറ്റസ് എന്നിവ കൺട്രോൾ മെക്കാനിസംസ് ആണ്, നിയന്ത്രണ സംവിധാനങ്ങളാണ്. ആ നിയന്ത്രണ സംവിധാനങ്ങളുടെ പ്രവർത്തനം ഗ്രൂപ്പിൻ്റെ വളർച്ചയെ ഗുണകരമായിട്ടോ ദോഷകരമായിട്ടോ സ്വാധീനിക്കും. പോസിറ്റീവായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് ഗ്രൂപ്പിനകത്ത് എന്തുണ്ടാക്കുന്നു? ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുന്നു. കാരണം പല സമ്മർദ്ദങ്ങളെ തടഞ്ഞു നിർത്തി ഗ്രൂപ്പിൻ്റെ വികസനത്തിന് സഹായിക്കുകയും ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ അതിന് സാധിക്കും. മറിച്ച് വളരെ കർശനമായ, അയവില്ലാത്തതായിട്ടുള്ള കൺട്രോൾ മെക്കാനിസമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവ സോഷ്യൽ വർക്കിൻ്റെ മൂല്യങ്ങൾക്ക് എതിരാണെങ്കിൽ അത് ഹാംഫുള്ളായിരിക്കും, അപകടകരമായിരിക്കും എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇതാണ് കൺട്രോൾ മെക്കാനിസംസ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കേൾക്കുക. നമുക്ക് ഈ ഭാഗത്തിൽ കുറച്ച് അവ്യക്തതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അബ്സ്ട്രാക്റ്റായ ആശയങ്ങളായതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.